3 മണിയായി കഴിഞ്ഞാൽ ഇരുട്ട് വീഴുന്നൊരു ഗ്രാമം. അവിടേക്ക് പോസ്റ്റ്മാനായിട്ട് എത്തുകയാണ് വസുദേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. വസുദേവനാകട്ടെ ചെറുപ്പം മുതൽക്ക് തന്നെ മറ്റുള്ളവർക്കുള്ള കത്തുകൾ അവരറിയാതെ എടുത്ത് വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഈ ശീലത്തിന് ചേർന്നിട്ടുള്ളൊരു ജോലിയിലേക്ക് അയാൾ എത്തിച്ചേരുകയായിരുന്നു എന്നുകൂടി വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ മുഴുവൻ രഹസ്യങ്ങളാണ്. അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ മിസ്സിങ് ആവുന്നു. അവരെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു തുമ്പും പിന്നീട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ത്രില്ലർ കഥ പറയുകയാണ് KA അഥവാ ക എന്ന് പറയുന്ന തെലുഗു സിനിമ. തെലുങ്കിലും കന്നഡയിലൊക്കെ സാധാരണ കാണാറുള്ള ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്ന ത്രില്ലർ സിനിമകളുടെ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയും ഫോളോ ചെയ്യുന്നത്. കിരൺ അബാവറമാണ് ഈ സിനിമയിൽ നായകൻ. അതിൽ മലയാളി സാന്നിധ്യമായിട്ട് എത്തിയിട്ടുള്ളത് തൻവി റാം എന്ന് പറയുന്ന നടിയാണ്. ഈ സിനിമ മേക്കിംഗ് ക്വാളിറ്റി അത്യാവശ്യം നന്നായിരുന്നു. സാധാരണ ഇത്തരം പടങ്ങളുടെ ഒരു മെയിൻ ന്യൂനതയായിട്ട് കാണാറുള്ളത് ഭയങ്കര ലോ ആയിട്ടുള്ള മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. ഇവിടെ അത് സാമാന്യം ഭേദപ്പെട്ടത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു രഹസ്യ സ്വഭാവം സിനിമ തുടർച്ചയായിട്ട് നിലനിർത്തുന്നുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സിനിമ മുഴുവനായിട്ട് കാണാനായിട്ട് അത് പ്രേരിപ്പിക്കുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ അത്രയ്ക്ക് അപ്രതീക്ഷിതമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സാധാരണ സംഭവിക്കാറുള്ള ഒരു ലൈനൊക്കെ തന്നെയാണ് ഇവിടെയും പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ഫാൻറ്റസി എലമെൻറ്റ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ആ ഫാൻറ്റസി എലമെൻറ്റാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു മിസ്റ്ററി കൂടുതലായിട്ട് നിലനിർത്തി പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ഫാൻറ്റസി സിനിമയ്ക്ക് ആവശ്യമാണെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അതൊരു ആഡംബരമായിട്ട് ചേർത്ത പോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കണ്ട് വിലയിരുത്തുക. എന്തായാലും ഇതിനു മുമ്പ് ഈ ഒരു പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള മംഗളവാരം എന്ന് പറയുന്ന പടത്തിൻ്റെ ഒക്കെ ഒരു റേഞ്ചൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എങ്കിൽ കൂടി ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതൊക്കെ തന്നെയാണ്. സിനിമ ആമസോൺ പ്രൈം OTTയിലുണ്ട്. മലയാളം ഡബ്ഡ് വേർഷനൊക്കെ അതിൽ കിട്ടും. ഡബ്ബിംഗ് ക്വാളിറ്റി അത്ര മികച്ചതെന്ന് പറയാനാവില്ല. അതുകൊണ്ട് സബ് ടൈറ്റിൽ വെച്ചിട്ട് ഒറിജിനൽ ലാംഗ്വേജ് കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ കാണുക. അല്ലാത്തവർക്ക് മലയാളം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക.